മാസപ്പടിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണമില്ല. മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളി തിരുവനന്തപുരം വിജിലൻസ് കോടതി. തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ല. എറണാകുളം സ്മാർട്ട് സിറ്റിയിൽ കെട്ടിട നിർമ്മാണത്തിനിടെ അപകടം. പെയിന്റിംഗിനായി നിർമ്മിച്ച ഇരുമ്പ് ഗോവണി തകർന്ന് തൊഴിലാളി മരിച്ചു. മരിച്ചത് ബീഹാർ സ്വദേശി ഉത്തം. 5 പേർ ചികിത്സയിൽ. പനമ്പള്ളി നഗറിൽ അമ്മ കൊലപ്പെടുത്തിയ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു. കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത് പോലീസുകാർ. സംസ്കാരം നടന്നത് മാതാപിതാക്കളുടെ അസാന്നിധ്യത്തിൽ. പരിഷ്കാരങ്ങളിൽ ഇളവ് വരുത്തിയിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി. പ്രതിഷേധം തുടർന്ന് CIT ഒഴികെയുള്ള സംഘടനകൾ. ആരെയും ടെസ്റ്റിന് കയറ്റില്ലെന്ന് സമരക്കാർ. പയ്യന്നൂരിലെ ആളൊഴിഞ്ഞ വീട്ടിൽ മരിച്ച അനിലയുടേത് കൊലപാതകം. കഴുത്തിൽ ഷാൾ കുരുക്കി കൊലപ്പെടുത്തിയതെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. യുവതിയെ കൊന്ന് സുഹൃത്ത് ജീവനൊടുക്കിയതെന്ന് നിഗമനം. വാടക വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതോടെ ഭിന്നശേഷിക്കാരൻ ഉൾപ്പെടെ 4 പേരടങ്ങുന്ന കുടുംബം പെരുവഴിയിൽ. ഞാൻ എവിടേക്ക് പോവും? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ഒരു റൂമെങ്കിലും കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് ഉറങ്ങാൻ. വീട്ടുസാധനങ്ങളും സർട്ടിഫിക്കറ്റുകളും വീട്ടുടമ നൽകിയില്ലെന്നും ആക്ഷേപം. വീണ്ടും സമാധാനം നഷ്ടപ്പെട്ട് പശ്ചിമേഷ്യ. ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ 3 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. പ്രത്യാക്രമണത്തിന് 21 പലസ്തീനികൾക്ക് ദാരുണാന്ത്യം. സൈനിക നടപടി നിർത്തണമെന്ന ഹമാസിന്റെ ആവശ്യം തള്ളി നെതന്യാഹു.